الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ അള്ളാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ അഫൂ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിനുള്ള എല്ലാ മാർഗങ്ങളും നീ എളുപ്പമാക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഒരു നാൾ മുന്നോളൂ അല്ലെങ്കിൽ 2 നാൾ മുന്നോളൂ തുടങ്ങിയിട്ട് അപേരിക്കിട. അൽഹംദുലില്ലാ 41 ക്ലാസ്. അതിനിടയ്ക്ക് വേറെ വേറെ ക്ലാസ് വന്നത്, ക്ലാസ് ഇല്ലാത്ത നാളും എന്ത്. അൽഹംദുലില്ലാ 41 ക്ലാസ് കൊണ്ട് നമ്മൾ ചെറിയ ഒരു നിരക്ക്, കണക്കിനെ കുറിച്ച് വലിയൊരു വിവരം ഇല്ലെങ്കിലും അറിഞ്ഞ വിവരം വെച്ചിട്ട് ഇൻഷാ അള്ളാ ചെറിയൊരു നിരക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും ഒരുപാട് നാഫിയ ഇൽമ് പഠിക്കുവാനും പഠിച്ചതുപോലെ അമൽ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മാഷാ അള്ളാ, ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ചെറിയൊരു നിരക്ക് വിശദീകരിച്ചത് കൊണ്ടിട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകരിച്ചിട്ടുണ്ട് എന്ന് പലരും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ലാസ്റ്റാണെന്ന് പറയുമ്പോൾ ഇനി വേറെ ഏത് സൂറത്ത് തുടങ്ങുമെന്ന് ചോദിച്ചവരുണ്ട്. ഇൻഷാ അള്ളാഹ് ഇപ്പം ഇല്ല. അള്ളാഹു റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ആയുസോടെ ബാക്കിയുണ്ടെങ്കിൽ റമളാനിന് ആയിട്ട് തുടങ്ങും. അതിനിടയ്ക്ക് ഫിഖ് മസ്അല ഇൻഷാ അള്ളാഹ് നമുക്ക് തുടങ്ങണം. അതേപോലെ മുഹറം മാസത്തിന്റെ കുറിച്ച് ഇൻഷാ അള്ളാഹ് കുറച്ച് വിഷയങ്ങൾ 1-2 ദിവസം അതും നമുക്ക് ഓർമ്മിപ്പിക്കണം. അള്ളാഹു ഇതെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. സ്വീകരിക്കുന്ന ഒരു അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പോ അവസാനമായി ഇന്നലെ ഓതി വെച്ചത് فأما إن كان من المقربين فروح وريحان وجنة النعيم. മരിച്ചുപോയ ആ ആള് മുഖറബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ, അതായത് സാബിഖീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളാണെങ്കിൽ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിയിൽ അള്ളാഹു തആല പറയുന്നു ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. ഇത് മുന്നേ നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ. സാബിഖീങ്ങൾ ആരാണ് ഒരുപാട് ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫറൗഹുൻ, അവർക്ക് സന്തോഷമുണ്ട്. ചുരുക്കി പറയുന്നെങ്കിൽ അവർക്ക് ആ മരിച്ചു പോകുമ്പോൾ അവിടെ എത്തിയിട്ടല്ല, ആ മരിച്ചു പോകുന്ന സമയത്ത് തന്നെ അവർക്ക് എന്തൊരു സന്തോഷമുണ്ട്. വറൈഹാനുൻ, അവർക്ക് സ്വർഗീയ ഭക്ഷണം അള്ളാഹു നൽകപ്പെടും. അല്ലെങ്കിൽ റൈഹാൻ എന്ന പുഷ്പത്തിന്റെ ആ മണം, ആ സ്മെല്ല് അവർക്ക് അള്ളാഹു നൽകും. അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു റിസ്ക് നൽകും. ഖാല ഹബീബ്, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, റൗഹ് എന്ന് പറഞ്ഞാൽ അൽ ഫറഹു, സന്തോഷമാണ്. വേറെയും അല്ലാത്തൊരുപാട് തഫ്സീറുണ്ട്, ഇതിൽ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വറൈഹാൻ എന്ന് പറഞ്ഞാൽ അൽ റിസ്ഖു, ഭക്ഷണമാണ്, റിസ്ഖാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റിസ്ക് അള്ളാഹു അവർക്ക് നൽകപ്പെടും. ആരിക്കാ? മുഖറബീങ്ങൾക്ക്. ഇതിപ്പോ ഈ മരിച്ചിട്ട് കബറിലേക്ക് പോകുന്ന മുന്നത്തെ മിനശേമിന് ആഖിറത്തിന് എത്രയോ ഉണ്ട് അവർക്ക്. വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ വാഖിയിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, ആ മരിച്ചുപോയ മയ്യത്ത് അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ, അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, അല്ലാഹു തആല ആ അസ്ഹാബുൽ യമീനിൽ പെട്ട അവനോട് പറയും, നിനക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ, നിനക്ക് സലാം ഇരിക്കട്ടെ. അതാണ് സൂറത്തുൽ വാഖിയിൽ അല്ലാഹു തആല പറഞ്ഞത്, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ആ സ്വർഗത്തിൽ എത്തിയാൽ, അല്ലെങ്കിൽ ആ അസ്ഹാബുൽ യമീനിങ്ങൾക്ക്, മുഖറബീങ്ങളായ മഹാന്മാർക്ക് ആ സ്വർഗത്തിൽ ഒരു അനാവശ്യമോ വേണ്ടാത്തതൊന്നും അവർ കേൾക്കുകയില്ല. ഇല്ലാ ഖീല സലാമൻ സലാമാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്നുള്ള സലാം മലക്കുകളുടെ ഭാഗത്തിൽ ഉണ്ട് എന്ന് സൂറത്തുൽ വാഖിയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഖുർആൻ സൂറത്തുൽ വാഖിയിൽ അവസാന ഭാഗത്ത് പറയുന്നു വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, അവർ അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിൽ പെട്ടവരാണെങ്കിൽ
ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ. നിനക്ക് അള്ളാഹുവിന്റെ ശാന്തി ഉണ്ടാവട്ടെ, നിനക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് പറയും. അതേ സമയത്ത് അമ്മ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാദ്ദീൻ, പിഴച്ചുപോയ, ഖിയാമത്ത് നാൾ കൊണ്ട് കളവാക്കിയവർ, അള്ളാഹുവിന്റെ ഖുർആനെ കളവാക്കിയ ആ ധിക്കാരികള്, ആ തെമ്മാടികള്, ആ റൗഡികളെ കുറിച്ച് അള്ളാഹു താല മുമ്പ് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. അവസാനം ഒന്നും കൂടി പറയുന്നു, വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാദ്ദീൻ, പിഴച്ചുപോയ, അള്ളാഹുവിന്റെ റസൂലിനെയും അമ്പിയാക്കന്മാരെയും കളവാക്കിയ, അന്ത്യനാള് കൊണ്ട് കളവാക്കിയ, സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പരിഹസിച്ച ആ ധിക്കാരികളാണ്. അങ്ങനത്തെ ധിക്കാരികളാണെങ്കിൽ ഫനുസുലും മിൻ ഹമീം വതസ്നിയതു ജഹീം, അല്ലാഹു തആല അവനോട് പറയും, ഓ മനുഷ്യ, പോടാ, നിനക്ക് നരകമുണ്ട്, ചൂടാക്കപ്പെട്ട തണ്ണി അതിലുണ്ട്, ചൂടാക്കപ്പെട്ട കാറ്റുണ്ട്, ചൂടാക്കപ്പെട്ട വെള്ളം അതിലുണ്ട്, നീ അതിൽ വീണ് പെടഞ്ഞ് പെടഞ്ഞ് ആ നിനക്കുള്ള ശിക്ഷയാണ് നിനക്കുള്ളത്. അതാണ് മുമ്പ് പറഞ്ഞത്, ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. ചുട്ടു പയക്കുന്ന വെള്ളമുണ്ട്, ചൂടുള്ള കാറ്റുണ്ട്. ആ കാറ്റ് കിട്ടുന്നത്, ആ ചൂടുള്ള വെള്ളം അവനക്ക് സമാധാനമോ അവനക്ക് അനുഗ്രഹമോ ആയിട്ടല്ല. ആ നിലക്കുള്ള ചൂടാക്കപ്പെട്ട വെള്ളം അവനിക്ക് അല്ലാഹു നൽകും. അവൻ മരിച്ച് ഖബറിലേക്ക് പോകുമ്പോൾ തന്നെ, ദുനിയാവിൽ തന്നെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ലാ യഖ്റുജുൽ കാഫിറു മിൻ ബൈതിഹി ഫിദ്ദുനിയാ, ദുനിയാവിൽ ഒരു കാഫിറായ മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്നിട്ട് പുറത്തു പോകൂല. ഹത്താ യുസ്ഖാ കഅസം മിൻ ഹമീം, ചൂടാക്കപ്പെട്ട വെള്ളം അവന്റെ പള്ളയിലേക്ക് കൊടുത്തിട്ടല്ലാതെ, കുടിപ്പിച്ചിട്ടല്ലാതെ അവന്റെ വീട്ടിൽ നിന്നിട്ട് അവന്റെ ശവത്തെ പുറത്തു വെക്കൂല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അവസാനം ഖുർആൻ പറയുന്നു, ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ. ഓ നബിയേ, ഓ ജനങ്ങളെ, ഞങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വിഷയം, മാ ഖസസുനാ അലൈക ഫീ ഹാദിഹി സൂറ, ഈ സൂറത്തിൽ നരകത്തിനെ കുറിച്ചിട്ടും ആഖിറത്തിനെ കുറിച്ചിട്ടും അസ്ഹാബു ശിമാലിനെ കുറിച്ചിട്ടും യമീനിനെ കുറിച്ചിട്ടും സാബിഖീങ്ങളെ കുറിച്ചിട്ടും ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ടും അള്ളാഹുവിന്റെ റിസ്കിനെ കളവാക്കിയവരെ കുറിച്ചിട്ടും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കളവാക്കിയവരെ കുറിച്ചിട്ടും ഈ പറഞ്ഞ ഈ വിഷയമുണ്ടല്ലോ, ലഹുവ ഹഖുൽ യഖീൻ, അത് സത്യമാണ്, സത്യമാണ്, അത് ഹക്കായതാണ്, ഒരു സംശയവും വേണ്ട. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, അതുകൊണ്ട് അലീമായ വണ്ണമായ നിങ്ങൾക്കുള്ള റബ്ബിന്റെ പേര് കൊണ്ട് നിങ്ങൾ സ്മരിക്കുക, തസ്ബീഹ് പറയുക. ഫസബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലീം, തങ്ങൾക്കുള്ള അലീമായ റബ്ബിന്റെ പേര്, ആ തസ്ബീഹ് നിങ്ങൾ ചൊല്ലുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, മുത്തുനബി പറഞ്ഞു, ഇജ്അലൂഹാ ഫീ റുകൂഇക്കും ഫസബ്ബിഹ് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. ഈ തസ്ബീഹ് നിങ്ങൾ റുക്കൂൽ എന്താക്കണു, നിസ്കാരത്തെ റുക്കൂൽ എന്താക്കണു ചൊല്ലണം, അതല്ലേ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. അതേപോലെ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ, ബിലിയാസ്റൻ ജാവും ജുമാഅ ഓതുന്ന സൂറത്ത്, ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലമ്മാ നസലത്ത് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ ഖാല ഇജ്അലൂഹാ ഫീ സുജൂദിക്കും, ഈ തസ്ബീഹ് നിങ്ങൾക്കുള്ള നിസ്കാരത്തിന്റെ സുജൂദിൽ എല്ലാ സമയത്തും പറയുക. അതാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയാൻ വേണ്ടി നമുക്ക് സുന്നത്താക്കിയത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹു ഞങ്ങളെ സാബിഖീങ്ങളെ കൂട്ടത്തിലോ അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിലോ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബീ ഖതാദ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു,
കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങളായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങളായിരുന്നു. ഇത് മർറത്ത് ജനാസ, ഒരു മയ്യത്ത് ഞങ്ങളെ മുമ്പിൽ വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മരിച്ച ഒരു മയ്യത്ത്, ഒരു ജനാസ വന്നു. ഫഖാല, മുത്തനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തരീഹുൻ വമുസ്തറാഹു മിൻഹു. അങ്ങനെ പറഞ്ഞു, മുസ്തരീഹുൻ വമുസ്തറാഹു മിൻഹു. ഫഖുൽനാ യാ റസൂലല്ലാഹ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ കേട്ട അള്ളാഹുവിന്റെ റസൂലെ, മൽ മുസ്തരീഹു വമൽ മുസ്തറാഹു. മുസ്തരീഹു മുസ്തറാഹു രണ്ട് പദം ചൊന്നാറല്ലേ മയ്യത്തിനെ കണ്ടപ്പോ, എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? മൽ മുസ്തരീഹു വൽ മുസ്തറാഹു മിൻഹു, ഇതുകൊണ്ട് തങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഖാല, മുത്തുനബി പറഞ്ഞു, അൽ അബ്ദുൽ മുഅ്മിനു, യഥാർത്ഥ മുഅ്മിനായ ഒരു അടിമ, യഥാർത്ഥ മുഅ്മിനായ ഒരു അടിമ, അവൻ മരിച്ചാൽ അവൻ ദുനിയാവിന്റെ എല്ലാ ബുദ്ധിമുട്ടും അവൻ റാഹത്തായി. അതാണ് മുസ്തരീഹ്. ഈ മരിച്ച മയ്യത്ത് മുഅ്മിനാണെങ്കിൽ ദുനിയാവിലേക്ക് വരുന്ന അവന്റെ ടെൻഷനും ബുദ്ധിമുട്ടും പ്രയാസം, അതിൽ നിന്നിട്ടെല്ലാം അവൻ എന്തായി? റാഹത്തായി. മാത്രമല്ല വഅദാഹ ഇലാ റഹ്മത്തില്ലാഹി സുബ്ഹാനഹു വതആല, അതിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അവൻ പോയി. ആര്? ഈ മയ്യത്ത് യഥാർത്ഥ ഒരു മുഅ്മിനായ മയ്യത്താണെങ്കിൽ. അതല്ല, ഞങ്ങൾ യഥാർത്ഥ ഒരു മുഅ്മിനായ മയ്യത്താണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ദുനിയാവിന്റെ ടെൻഷന്, ദുനിയാവിന്റെ സീക്ക്, രോഗം, ഇതൊന്നും അവനക്കില്ല. അതേ സമയത്ത് ഹബീബായ മുത്തുനബി പറഞ്ഞു, വൽ അബ്ദുൽ ഫാജിറു, ഇനി ഈ മരിച്ച മയ്യത്ത് ഒരു തെമ്മാടിയായ മയ്യത്താണെങ്കിലോ, ഒരു അബുദാണെങ്കിലോ, ആരുമാവട്ടെ, ഖിയാമത്ത് നമുക്ക് പാഠമാണ്. ഒരു മരിച്ച ഒരാൾ തെമ്മാടിയായ ധിക്കാരിയായ ആളാണെങ്കിലോ, യസ്തരീഹു മിൻഹുൽ ഇബാദു, അടിമകൾ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കിയുള്ള ഇതിനുള്ള അടിമകൾ അവന്റെ ഇടങ്ങേർന്നിട്ട്, ആ തെമ്മാടിയായ ധിക്കാരിയായ അടിമ നിട്ട് ഉള്ള അടിമകൾ രക്ഷപ്പെട്ടു. വൽ ബിലാദു, ആ നാടും സലാമത്തായി. വശജറു, അവിടെയുള്ള മരങ്ങളും അവന്റെ വേണ്ടാത്ത ആ വേണ്ടാത്ത വാസന നിന്ന് അവിടെയുള്ള മരങ്ങളും രക്ഷപ്പെട്ടു. വദ്ദവാബു, മൃഗങ്ങളും രക്ഷപ്പെട്ടു. അതാണ് മുസ്തരീഹു മുസ്തറാഹു. മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ ഈ മയ്യത്ത് മുഅ്മിനാണെങ്കിൽ ദുനിയാവിന്റെ ഇടയിൽ ഈ മയ്യത്ത് രക്ഷപ്പെട്ടു. മുസ്തറാഹ് എന്ന് പറഞ്ഞാൽ ഈ മയ്യത്ത് ഫാജിറായ മയ്യത്താണെങ്കിൽ, തെമ്മാടിയായ മയ്യത്താണെങ്കിൽ, അവന് നിട്ട് അടിമകൾ, ഇവിടെയുള്ള അള്ളാഹുവിന്റെ ദാസന്മാർ രക്ഷപ്പെട്ടു, അതേപോലെ മൃഗങ്ങൾ രക്ഷപ്പെട്ടു, മരങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഹദീസിൽ കൂടി പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മാഷാഅല്ലാഹ്, എന്നേക്കാളും കൂടുതൽ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. പാദരാജാവ് വന്ന് എത്തിയെങ്കിലും സൂറത്തുൽ വാഖിയ ഓതുന്നവരുണ്ട്, സൂറത്തുൽ മുൽക്ക് ഓതുന്നവരുണ്ട്. അള്ളാഹു ഇതെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. വലിയ ഒരു ദുനിയാവിന്റെ എല്ലാ ഹമ്മും ഗമ്മും നീക്കുന്ന, സ്വർഗത്തിലേക്ക് ഞങ്ങൾ ശഫാഅത്ത് ചെയ്യുന്ന ഒരു സൂറത്താണ്. അള്ളാഹുവെ, നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാൻ. ഇൻഷാ അള്ളാഹ് നമുക്ക് എന്താക്കാം, ഇതൊരു ദുആ നടത്തണം. ഒരു യാസീൻ ഓതിയിട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ സൂറത്തുൽ വാഖിയ പറയുമ്പോൾ ദുആരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്, പലരും രോഗം ശഫയാകാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നല്ല, നമുക്ക് എന്താക്കാം, നാളെ ജുമാക്ക് തലാന്നല്ല, നാളെ സുബഹിക്ക് ഞാൻ ഉണ്ടാവില്ല. കാരണം എൻ്റെ അമ്മായി, എൻ്റെ അളിയാക്കെല്ലാം ഹജ്ജിന് വന്നിന് പോകുന്ന, അവരെ ഒന്ന് കാണാൻ പോകാനുണ്ട്. ശനിയാസമ നാറാസമ നമുക്ക് സുബൈക്ക് ഒരു യാസീൻ ഓതി ദുആരക്കാൻ വന്നിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെ മുഹറമിൻ്റെ ഒരു ക്ലാസ്സും തുടങ്ങണം. അള്ളാഹു ഇതെല്ലാം കബൂൽ ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ്. ഞാൻ സൂറത്ത് യാസീൻ, അതേപോലെ അൽ കഹ്ഫ്, സൂറത്ത് യൂസുഫ്, ഇതേപോലെ 4-ാമത്തെ സൂറത്തുൽ വാഖിയ, അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ, ആയുസോട് ബാക്കിയുണ്ടെങ്കിൽ, ഇവിടുത്തെ റിസ്ക് ബാക്കിയുണ്ടെങ്കിൽ, ആയുസോട് ബാക്കിയുണ്ടെങ്കിൽ സൂറത്തുൽ മുൽക്കിൽ വേറെ ഏതെങ്കിലും സൂറത്ത് അടുത്ത റമളാൻ നമുക്ക് തുടങ്ങാം. അള്ളാഹു ഇതെല്ലാം കബൂൽ ചെയ്യട്ടെ. പേരിനുള്ളത് പ്രശസ്തിക്കുള്ളതാവാതെ ആഖിറത്തിൽ എത്തുമ്പോൾ ഒരു സ്വാലിഹായ ഒരു അമലായി അള്ളാഹു നമ്മളെ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു ക്ലാസ്സും വിടാതെ ഇവിടെ മുമ്പിൽ കേട്ടവരുമുണ്ട്, അതേപോലെ വാട്സപ്പിൽ ഇത് അയച്ചപ്പോൾ അത് കേട്ടവരുമുണ്ട്. അള്ളാഹുവേ, അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അതേപോലെ റമളാനിലും തുടങ്ങുന്ന സമയത്തും പലരും നമ്മുടെ മജ്ലിസിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം നീ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖുർആൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണം റഹ്മാനെ. ഞങ്ങൾ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ അഫൂ ചെയ്യണം റഹ്മാനെ. ഈ ഒരു സന്തോഷം ഇവിടെ മരിച്ചു കിടക്കുന്ന
മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. അതുപോലെ എൻ്റെ ബാപ്പയുടെ ഉമ്മയുടെ എൻ്റെ ഒരുപാട് ഉസ്താദുമാർ മരിച്ച് ഖബറിലുണ്ട് റഹ്മാനെ. അവരെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിൻ്റെ അതുപോലെയുള്ള കൂലി ഞങ്ങളെ മരിച്ചുപോയ ഉമ്മവാപ്പയുടെ കുടുംബത്തിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള ഉമ്മവാപ്പക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ വലിയ ഇസ്സത്തും ഐക്യവും നിലനിർത്തണേ റഹ്മാനെ. ദീനിന്റെ നാടായി നിലനിർത്തണേ അല്ലാ. ഈ നാട്ടിൽ ഇൽമിന്റെ ഒരുപാട് മജ്ലിസുകൾ, ഇൽമിന്റെ ഒരുപാട് സദസ്സുകൾ, അല്ലാഹുവേ ദീനിന്റെ ഒരുപാട് ഷിആറുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം റഹ്മാനെ. അതിൻ്റെ ഇതിൽ വരുന്ന എല്ലാ കാഫിരീങ്ങളെയും എല്ലാ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണേ അല്ലാ. വലിയ ബറക്കത്തുള്ള വലിയ ഇസ്സത്തുള്ള പള്ളിയായിട്ട് ഷിആറായിട്ട് ഇസ്ലാമിന്റെ ഷിആറായിട്ട് ഖിയാമത്ത് നാൾ വരെ ഈ പള്ളിനെ നീ നിലനിർത്തണേ അല്ലാ. ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളെ കഷ്ടപ്പാടുകൾ നീ തീർക്കണേ അല്ലാ. ഈ പള്ളിയിലേക്ക് എല്ലാ സമയത്തും ഇമാം ജമാഅത്തിന് വരുന്നവരുണ്ട്, കിട്ടുന്ന സമയത്ത് വരുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാ. അതിൻ്റെ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ഈമാനോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം ഖിദ്മത്ത് ചെയ്തവരുണ്ട്, ചെയ്യുന്നവരുണ്ട്, ചെയ്യാനുള്ളവരുണ്ട്, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അവരെ ഖിദ്മത്ത്, അവരെ സേവനം നീ കബൂലാക്കണം അല്ലാ. അതെല്ലാം ആഖിറത്തിലെത്തുമ്പോൾ ഒരു സ്വാലിഹായ അമലായി അല്ലാഹുവേ അല്ലാഹുവിനെ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട പൂമുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല സല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.